ആര്? ശേഖർ സാറല്ലേ? രാഘവൻ വന്നെന്ന് പറഞ്ഞാൽ മതി. കടന്നിരിക്കണം, വരൂ. വാ. ഇരിക്കണം. ഞാൻ സാറിനോട് പോയി പറയാം. ഓക്കെ. ഈ പ്രദേശം ഇഷ്ടപ്പെട്ടോ? ഇവിടെ താമസിച്ചാൽ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കും. ആരുടെ? എന്റെ. അതെ അതെ അതെ. ഹലോ രാഘവൻ. എന്റെ ഭാര്യ സുശീല, ഇത് ശേഖർ സാറാണ്. ഞങ്ങൾ ഒരു ടാക്സിയിൽ ഇങ്ങോട്ട് പോകുന്നു. വീട്ടു സാധനങ്ങളെല്ലാം ലോറിയിൽ വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യില്ലേ? നാട്ടിൽ നിന്ന് കെട്ടിവലിച്ച് കൊണ്ടുവരണം. എന്താ മിസ്റ്റർ, എന്നെ അങ്ങനെയാണോ കണക്കാക്കിയത്? കൊള്ള. ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. രാഘവൻ ക്വാർട്ടേഴ്സിലൊന്നും താമസിക്കരുത്, മോശമാണ്. ഞാൻ പുതിയതായി പണിച്ച ബംഗ്ലാവിലാണ് നിങ്ങൾ താമസിക്കേണ്ടത്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബംഗ്ലാവിലും? അതെ. നിങ്ങളുടെ ഫാമിലിയെ കണ്ടപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത്. ആ, മോന്റെ പേരെന്താ? ആ, മോന് ഈ അങ്കിളിനെ ഇഷ്ടമായോ? ഇഷ്ടമായോന്ന് നാളെ പറയാം. നല്ലവണ്ണം ആലോചിച്ച് മെല്ലെ പറഞ്ഞാ മതി. സാർ, ഞാൻ എപ്പോഴാ ജോലിയിൽ ചേരാൻ വരേണ്ടത്? ധൃതിപ്പെടണ്ട. താമസ സൗകര്യങ്ങളെല്ലാം ശരിയാവട്ടെ. വരൂ വരൂ. ഹലോ, തിരുമേനിയാണ്. വരില്ലേ? പൂവ കൊടുത്തേക്കാം. പൂവ കൊടുക്കാം. വെക്കട്ടെ? ഓ ഓ ഓ. എന്താ തിരുമേനി, എന്താ കാര്യം? ശേഖരൻ സാർ ഒന്നും വരില്ല അത്രേ. തങ്കപ്പം വരും. 5000 രൂപ അവന് കൊടുക്കണം. 5000 രൂപ? ആ, 5000 അല്ല, 50,000 കൊടുത്താലും അത് നഷ്ടല്ലേ? കാരണം അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ അവൻ ഒപ്പിച്ചു കൊടുക്കണതേ. എന്ത് സംഭവം? കുമാരസംഭവം. മനസ്സിലായില്ലേ? തിരുമേനി കഥകളിൽ അത്ര മോശമല്ല. അടി അടി കൊള്ളല്ലേ? ശേഖർ സാറോ? വന്നായി ഞാൻ അറിഞ്ഞില്ല. ഇതാരുടെ ഫോട്ടോ ആണെന്ന് മനസ്സിലായില്ല. ഇതെന്റെ അളിയൻ ഗോപി, സുശീലയുടെ സഹോദരൻ. ഓഹോ. സാറും കൂട്ടി ഇരുന്നാട്ടെ. വീടെല്ലാം ഇഷ്ടപ്പെട്ടുവല്ലോ? ധാരാളം. എന്റെ ചോദ്യം സുശീലയോടെയാണ്. ഇതെല്ലാം സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞങ്ങൾക്കിത് കൊട്ടാരമാണ് സാർ. രാഘവൻ ഭാഗ്യവാനാണ്. യോഗ്യനായ ഒരു അളിയനുണ്ട്, മിടുക്കനായ ഒരു മകനുണ്ട്, സുന്ദരിയായ ഒരു ഭാര്യയും. എനിക്കങ്ങനെ ആരുണ്ട്? ഇവൻ എപ്പോഴും ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. ഇവനെ നമുക്ക് നല്ലൊരു സ്കൂളിൽ ചേർക്കണം. മോനെ, അങ്കിളിനോട് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോനെ, ഹീറോയെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോ. കമാൺ ഹീറോ. സുശീലേ, നീ എന്താ നോക്കി നിൽക്കുന്നത്? കാപ്പി കൊണ്ടുവരൂ. രാഘവൻ ഇന്ന് ജോലിയിൽ പ്രവേശിക്കുന്നില്ലേ? ഉണ്ട് സാർ. അപ്പോ ഒന്നിച്ചു പോകാം. താങ്ക് യു സാർ. ഈ ശാകുന്തളം എങ്ങനെയാ, വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? വായിക്കണം, എന്നാലേ ജീവിതത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അടിച്ചോളൂ, ഭംഗിയായിട്ട് അടിച്ചോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അടിച്ചോളൂ, ഇരുന്നോളൂ. എന്തിനാ ഭയപ്പെടണേ? ഒന്ന് ചുമ്മാ ഇരിക്കുന്നേ. അടിച്ചോളൂ. തിരുമേനി, ഫോളോ മീ. എന്താ തിരുമേനി, എവിടെ നമ്മുടെ മാനേജർ? മാനേജർ ഇനി എത്തിയിട്ടില്ല. ദേഹസുഖം ഇല്ലാന്ന് പറഞ്ഞേ ലീവ് എടുത്തിരിക്കുക. അങ്ങ് മനസ്സൊട്ടും വിഷമിപ്പിക്കണ്ട.
മാനേജറുടെ കാര്യങ്ങളെല്ലാം നോം കൃത്യമായിട്ട് വർത്തിക്കുന്നുണ്ട്. നോമാണല്ലോ ഇനി. സ്റ്റോപ്പ്. ഇന്നു മുതൽ മിസ്റ്റർ രാഘവനാണ് ഇവിടുത്തെ മാനേജർ. അതെ. യു ക്യാൻ ഗോ. സാർ. പ്ലീസ്. താങ്ക് യു സാർ. സാർ, എല്ലാ കാര്യങ്ങളിലും എന്നെങ്ങനെ പെട്ടെന്ന് ഉയർത്തിയാൽ. രാഘവൻ, ഞാൻ എന്ത് തീരുമാനിച്ചാലും ആരും എന്നെ ചോദ്യം ചെയ്യില്ല. പിന്നെ ഒരു ഡിവിഷന്റെ മാനേജറാണുള്ള യോഗ്യത രാഘവനില്ലേ? പറയൂ. ഇരിക്കൂ. ഇതിനെല്ലാം പുറമെ രാഘവൻ എന്റെ ഫ്രണ്ടാണ്. ഐ ലൈക്ക് യു. ഐ ലൈക്ക് യുവർ ഫാമിലി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ മാനേജരാക്കി ഉയർത്തിയിടുന്നതും ഭവാൻ. തിരുമേനി, എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? 25 കൊല്ലായി നോ ഈ കുന്തടത്ത് വരയ്ക്കാൻ തുടങ്ങിയിട്ടേ ഇതുവരെ എനിക്ക് മാനേജറാണ് ഒത്തില്ല. എന്താ കാര്യം? ഇതേ ഇപ്പൊ എങ്ങാണ്ട് കിടന്ന് വഴി കിടന്ന ഒരു ഏഫിനെ പിടിച്ച് മാനേജരാക്കി വെച്ചിരിക്കണു. അയാളുടെ കയ്യിൽ എന്തെങ്കിലും കോള് കാണും. ഞാൻ അങ്ങനെ കോള് കരുതാഞ്ഞത് അബദ്ധമായി. അത് കരുതി വെക്കേണ്ടതായിരുന്നേ. അങ്ങനെ ഒരു മോള് കൊടുത്തിട്ട് അല്ല കോള് കൊടുത്തിട്ട് എനിക്ക് മാനേജർ ആവണ്ട. താൻ തന്നെ പണി നോക്കണോ കുന്തം. സുശീലേ, സുശീലേ, സുശീലേ. അച്ഛാ, എനിക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ഈ കാര്യം പറഞ്ഞ് ഇവൻ എനിക്ക് സ്വൈര്യം തരുന്നില്ല. മോന്റെ അഡ്മിഷന്റെ കാര്യം ശേഖർ സാർ റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോൻ ചെന്ന് കളിച്ചോ. സുശീലേ, ശേഖർ സാർ എന്നെ അസിസ്റ്റന്റ് മാനേജറായിട്ടല്ല മാനേജറായിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയല്ല. എന്തൊരു സ്നേഹമാണ് അദ്ദേഹം നമ്മോട് കാണിക്കുന്നത്. സ്നേഹം അധികമായി തോന്നുന്നുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എന്തും അധികമായാൽ കുഴപ്പമാണ്. സ്നേഹം അധികമായാൽ കൂടുതൽ കുഴപ്പമാണ്. അത് നിന്റെ തോന്നല. നെയ്യ് ഏറിയത് കൊണ്ട് അപ്പം ചീത്തയാവുമോ? നല്ല നെയ്യല്ലെങ്കിൽ. വാട്ട് നോൺസെൻസ്. ഏത് പെണ്ണിന്റെ ചേട്ടൻ? സാർ, 2-3 ദിവസം മുൻപ് വന്നില്ലേ അവളുടെ ചേട്ടൻ സാർ. എന്നിട്ട് ചോദ്യം ചെയ്യാനും കുഴപ്പമുണ്ടാക്കാനും അവൻ തനിയെ വന്നിരിക്കുന്നു. ഇപ്പോൾ നീ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഉടനെ ചെയ്യേണ്ടത് ചെയ്തു. ഐ സി. പതിവ് പോലെ ചെയ്തിട്ടുണ്ട് സാർ. സാർ, വേണമെങ്കിൽ അവളെ ഇന്നും കൊണ്ടുവരാം. വേണ്ട, എനിക്കിപ്പോൾ വേണ്ടത് അവിടെ ഒന്നുമല്ല. മിസ്റ്റർ രാഘവൻ, ഇന്ന് വൈകുന്നേരം ബിസിനസ് സംബന്ധമായ ഒരു മീറ്റിംഗ് ഉണ്ട്. ഓ, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. യെസ് സാർ. വേറൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ സാർ. വരാമെന്ന് പറഞ്ഞവരെ ഒന്നും കണ്ടില്ലല്ലോ സാർ. ബിസിനസ്സുകാർ എപ്പോഴും അങ്ങനെയാണ്. പറയുന്ന സമയത്തൊന്നും വരില്ല. Come on, we will start. ഇത് ഞാൻ കഴിക്കില്ല സാർ. മിസ്റ്റർ രാഘവൻ, ബിസിനസ്സിന് ഇത് അത്യാവശ്യമാണ്. പിടിക്കും. അല്പം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല വിശപ്പുണ്ടാവും, ഉറക്കവും കിട്ടും. ക്ഷമിക്കണം സാർ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതൊന്നും കഴിക്കാൻ ഞാൻ അതിലൊരു സ്മാരേ ഒഴിച്ചിട്ടുള്ളൂ. മരുന്നിനെ വിചാരിച്ച് കഴിച്ചാൽ മതി. Come on. കഴിക്കൂ. വെരി ഗുഡ്, വെരി ഗുഡ്. മോൻ ഉറങ്ങിയോ?
സുശീല ഊണ് കഴിച്ചില്ലേ? എന്താ ഒരു മണം? മണമോ? ആ, അത് ഞാനൊരു മരുന്ന് കഴിച്ചു. മരുന്നോ? എന്ത് മരുന്ന്? ഈ ഉറക്കം കിട്ടാനുള്ള മരുന്ന്. നിങ്ങൾ കുടിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേക്ക്. ശേഖർ സാറ്. അതെ, ശേഖർ സാർ നിങ്ങളെ കുടിപ്പിച്ചു. വെറുതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. അദ്ദേഹത്തെ മുഷിപ്പിക്കരുതെന്ന് കരുതി ഞാനാണ് ഈ തെറ്റ് ചെയ്തത്. ആ സ്നേഹത്തിന്റെ മുമ്പ് ഞാൻ തോറ്റുപോയി. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തും ചെയ്യാമല്ലോ. അയ്യോ സുശീലേ, ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. ഞാൻ സത്യം ചെയ്യാം. വേണ്ട, എന്നെ തൊടണ്ട. നിനക്കൊന്ന് ക്ഷമിച്ചാലെന്താ? ആദ്യമായി ഒരു തെറ്റ് പറ്റിപ്പോയതാണ്. മേലാൽ ഞാൻ ആവർത്തിക്കയില്ലെന്നും പറഞ്ഞു. പിന്നെ ഞാൻ നിന്റെ കാല് പിടിക്കണം. പോട്ടെ, കരയണ്ട. പോയി ചോറുളമ്പ്. ആ